ശബരിമല വിഷയത്തിൽ വലിയ ക്രൈസിസ് ആണുള്ളത്. ഭക്തജനങ്ങൾ വലിയ തള്ളി കയറ്റിവിടുന്നു, വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഹൈക്കോടതി വിശദമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ കാര്യങ്ങൾ അവിടെ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും വൈഷമ്യവും ഉണ്ടാകാതെ നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ നിർവഹിച്ചു പോരാറുള്ളതാണ്. അത് LDF UDF വ്യത്യാസമില്ലാതെ ശബരിമലയിലെ കാര്യങ്ങൾ നമ്മുടെ നാട് ഒരുമിച്ച് നിന്നാണ് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റുകളെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം അത് കൈകാര്യം ചെയ്ത് പോരാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഭരണപരമായി നല്ല നൈപുണ്യമുള്ള പരിചയസമ്പത്തുള്ള മുൻ ചീഫ് സെക്രട്ടറി ശ്രീ K. ജയകുമാറിനെയാണ് അതിൻ്റെ ചെയർമാനായിട്ട് മന്ത്രിസഭാ യോഗം നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയോ മറ്റോ അവിടെ വെച്ച് എന്തെങ്കിലും മുതലെടുപ്പ് നടത്താനുള്ള യാതൊരു ആലോചനയും LDFിനില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ഭരണകാര്യങ്ങളിൽ വലിയ പരിചയസമ്പത്തുള്ള ആളെ ചുമതല ഏൽപ്പിച്ചത്. ആളുകളുടെ വലിയൊരു തള്ളിക്കയറ്റം. ഞാനിപ്പോൾ കൽക്കട്ടയിൽ നിന്ന് ഇന്നലെ വെളുപ്പാങ്കാലത്ത് യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റ്, എന്നിട്ട് ചെന്നൈയിൽ ഇറങ്ങി വേറൊരു ഫ്ലൈറ്റിലാണ് നെടുമ്പാശ്ശേരി ഇറങ്ങി. ഈ ഫ്ലൈറ്റിലെല്ലാം അയ്യപ്പഭക്തന്മാരാണ് ഒരു വലിയ പങ്ക്. അപ്പം ഭക്ഷണം ഈ അയ്യപ്പ സന്നിധിയിലേക്കുണ്ട്, വാവരുസ്വാമിയുടെ അടുത്തേക്കുണ്ട്. അത് കൂടുതൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഹൈക്കോടതിയുടെ ഒരു സമിതിയുടെ മേൽനോട്ടത്തിലാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അഭൂതപൂർവമായ തിക്കും തിരക്കുമാണ് ഇത്തവണ ഉണ്ടായത്. ഗവൺമെന്റ് അതിൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ഈ സാഹചര്യം കുഴപ്പം കൂടാതെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് വ്യക്തമാക്കപ്പെട്ടത്.